ഇന്ന് SLC എക്സാം കഴിഞ്ഞു. SLC എക്സാം കഴിഞ്ഞ കുട്ടികൾ വരുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് അടുത്തൊരു 2 വർഷത്തെ അവർ ഇഗ്നോർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 60,000 ആളുകൾ കേരളത്തിൽ നിന്ന് മുഴുവൻ A+ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു നീറ്റിൽ ടോപ്പ് 100ൽ വന്ന എത്ര മലയാളികൾ ഉണ്ടാവും? 0 കഴിഞ്ഞ വർഷം. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയ ആളുകളുടെ എണ്ണം കുറയാണ്. IITയിൽ പോയ മലയാളികളുടെ എണ്ണം മേ ബി ലെസ് ദാൻ 300 ആ റേഞ്ചിലായിരിക്കും ഒരു 18,000 ആളുകൾ ഉണ്ടാവുക. അതായത് നമ്മുടെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിപ്പെടുന്ന മലയാളി സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ നമ്മൾ 60,000 70,000 ആൾക്കാർക്ക് മുഴുവൻ A+ വാങ്ങുന്ന അത്ര നല്ല സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ആ റീസൺ എന്നുള്ളത് ഒന്ന്, നമ്മൾ പലപ്പോഴും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നില്ല. ആ ഗോൾ സെറ്റ് ചെയ്ത അടുത്തൊരു 2 വർഷം നിങ്ങൾ എന്ത് കോഴ്സ് എടുക്കാവട്ടെ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട SLC കഴിഞ്ഞ സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഉപദേശം എന്നുള്ളത് ഏറ്റവും നല്ല സ്ഥലത്ത് പോയി പഠിക്കാൻ ശ്രമിക്കുക. ആ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് ഉള്ള സ്ഥലത്തിന് വേണ്ടി എന്താണോ 2 വർഷം കൊണ്ട് പ്രിപ്പയർ ചെയ്യുക, അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ 2 വർഷം കഴിഞ്ഞാൽ വലിയ റിഗ്രറ്റ് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത 2 കൊല്ലങ്ങളാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. അപ്പൊ നല്ലൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നന്നായി ഒരുങ്ങുക. അത് നിങ്ങൾ ഏത് സ്ട്രീം എടുക്കുകയാണെങ്കിലും ആ ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവസാന സമയത്തോട്ട് കാര്യങ്ങൾ മാറ്റിവെക്കാതിരിക്കുക. ബോർഡ് എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. നേരെ മറിച്ച് നിങ്ങളുടെ ഗോൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ.